Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So we are discussing second chapter of CBSE 10th students. അപ്പം CBSE 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആസിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, രണ്ട് ആക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ വി ആർ മൂവിങ് ടു ദ ടോപ്പിക് ബേസസ്. സോ ബേസസിനെ പറ്റിയിട്ടും സാൾട്ടിനെ പറ്റിയിട്ടും ഒരു ബേസിക് ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ റിയാക്ഷൻസിലോട്ട് കിടക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. സോ വി ആർ മൂവിങ് ടു ദ ടോപ്പിക് ബേസസ്. So I think all of you know that if we dip a blue litmus paper in base, it remains blue. അല്ലെ, ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഒരു ബേസിലോട്ട് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് നിറത്തിൽ തന്നെ നിലനിൽക്കും? ബ്ലൂ നിറത്തിൽ തന്നെ നിലനിൽക്കും. അതർവൈസ് ഇഫ് യു ഡിപ്പ് എ റെഡ് ലിറ്റ്മസ് പേപ്പർ ഇറ്റ് ടേൺസ് ടു ബ്ലൂ. ഇനി നമ്മളൊരു റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ് ഈ ബേസിനകത്തോട്ട് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ചെയ്യും. ഇത് ബേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ബേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ആസിഡിനെ പോലെ തന്നെ ബേസിനും കൺസെപ്ച്വൽ ഡെഫിനിഷനും ഓപ്പറേഷണൽ ഡെഫിനിഷനും ഉണ്ട്. ഈ ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് എല്ലാം എന്തിനെ ബേസ്, എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. കൺസെപ്ച്വൽ ഡെഫിനിഷൻ അറീനിയസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ കൺസെപ്ച്വൽ ഡെഫിനിഷൻ അല്ല, നമ്മൾ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ആണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്താണ്? റെഡ് ലിറ്റ്മസ് ടേൺസ് ടു ബ്ലൂ, അതർവൈസ് ബ്ലൂ റിമെയിൻ ഇൻ ബ്ലൂ കളർ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബേസ് പ്ലസ് ആസിഡ് ഗിവ് സാൾട്ട് ആൻഡ് വാട്ടർ, മീൻസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പം സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. അത് ബേസുമായി റിലേറ്റ് ചെയ്ത നമ്മുടെ സെക്കൻഡ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ആണ്. ദെൻ തേർഡ് വൺ, ദെൻ ദീസ് ബേസസ് കമ്പൈൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് ടു ഫോം കാർബണേറ്റ്സ്. ബേസുകൾ കാർബൺ ഡയോക്സൈഡുമായി കമ്പൈൻ ചെയ്തിട്ട് കാർബണേറ്റ്സിനെ എന്ത് ചെയ്യും? ഫോം ചെയ്യിക്കും. ഓക്കെ, ബേസസ് കാർബൺ ഡയോക്സൈഡുമായി കമ്പൈൻ ചെയ്തിട്ട് കാർബണേറ്റ്സിനെ ഫോം ചെയ്യിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിനകത്ത് അത് എന്തായിരിക്കും? സ്ലിപ്പറി ആയിരിക്കും. അതർവൈസ് സോപ്പി ടു ടച്ച് നമ്മൾ പറയാറുണ്ട് അല്ലെ, തൊട്ട നല്ല വഴുവെടുത്തതുപോലെ തോന്നും. പിന്നെ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ഓൾ ദീസ് ആർ റിലേറ്റഡ് ടു ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് ബേസസ്. സോ ഫസ്റ്റ് വൺ, ബ്ലൂ ലിറ്റ്മസ് റിമെയിൻ ബ്ലൂ, അതർവൈസ് റെഡ് ലിറ്റ്മസ് ടേൺസ് ടു ബ്ലൂ. ദെൻ സെക്കൻഡ് വൺ, ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ, means a neutralization reaction. Third one, bases combine with carbon dioxide to form carbonates. And last one, they are slippery to touch and otherwise soapy to touch, then bitter in taste. These are the operational definition related to bases. Then next one, conceptual definition related to bases. So conceptual definition എന്ന് പറയുമ്പം അറീനിയസ് ആണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ തിയറിയുടെ പേര് എന്താണ്? അറീനിയസ് തിയറി എന്നാണ് അത് അറിയപ്പെടുന്നത്. സോ മീൻസ് എന്ന് വെച്ചാൽ എ ബേസ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊഡ്യൂസ് എ OH മൈനസ് അയോൺ. OH മൈനസ് അയോൺസ് മീൻസ് എന്താണ്? ഹൈഡ്രോക്സൈഡ് അയോൺ when it is dissolved in water. അപ്പം ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം OH മൈനസ് അയോൺ മീൻസ് ഹൈഡ്രോക്സൈഡ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് എന്തെന്ന് പറയുന്നു? ബേസസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഫോമിൽ എന്താണ്? NaOH. അത് അക്വസ് ആണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അയോൺസ് കിട്ടണം. ഒന്ന് എന്താന്ന് പറയുന്നുണ്ട്? OH മൈനസ് അയോൺ. സോ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ NaOH ആണ്. ഒന്ന് OH മൈനസ് ആണെങ്കിൽ അടുത്ത എന്തായിരിക്കണം? Na പ്ലസ് ആയിരിക്കണം അല്ലെ. സോ അറീനിയസ് പറഞ്ഞ എത്രയേ ഉള്ളൂ? എന്താണ്? ബേസ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് അത് വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ OH മൈനസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ബേസസ് എന്ന് അറീനിയസ് പറയുന്നു. ദെൻ NaOH ഗീവ്സ് എന്താണ്? Na പ്ലസ് OH മൈനസ്. അവിടെ ഏത് അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? OH മൈനസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബേസസിന് എക്സാമ്പിൾസ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഫോമുല എന്താണ്? NaOH is the formula of sodium hydroxide. Then second one, potassium hydroxide KOH, calcium hydroxide CaOH twice. Then next one, ammonium hydroxide NH4OH. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ കാണാം എല്ലാത്തിനകത്തും ഒരു OH എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ OH നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. സോ കൺസെപ്ച്വൽ ഡെഫിനിഷൻ എന്താണ്? ബേസ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ആണ്, അത് വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ OH മൈനസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് അറീനിയസ് കണ്ടെത്തി. അതുകൊണ്ട് ആ തിയറിയുടെ പേരാണ് അറീനിയസ് തിയറി എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞത് ഓപ്പറേഷണൽ ഡെഫിനിഷൻ മീൻസ് എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യം. അപ്പം ബേസസിന് എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പം
ഈ ബേസസിന് പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, ബേസസ് നമ്മൾ വീക്ക് എന്നും സ്ട്രോങ് എന്നും ഒക്കെ പറയുന്ന കണക്ക് തന്നെ ഈ ബേസസിനും പല ടൈപ്സ് ഉണ്ട്. മെറ്റാലിക് ഓക്സൈഡുകൾ എന്തിന് എക്സാമ്പിൾ ആണ്? ബേസുകൾക്ക് എക്സാമ്പിൾ ആണ്. മെറ്റാലിക് ഓക്സൈഡുകൾ ബേസിന് എക്സാമ്പിൾ ആണ്. കാരണം മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മെറ്റാലിക് ഓക്സൈഡുകൾ എന്തിന് എക്സാമ്പിൾ ആണ്? ബേസിന് എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ സോഡിയം ഓക്സൈഡ്, ദെൻ സെക്കൻഡ് വൺ പൊട്ടാസ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ് ആൻഡ് കോപ്പർ ഓക്സൈഡ്. ഇവിടെ എല്ലാം നമുക്ക് എന്ത് കാണാൻ പറ്റും? മെറ്റൽസിനെ കാണാൻ പറ്റും അല്ലെ? സോഡിയം ഓക്സൈഡ് മീൻസ് ഫസ്റ്റ് വൺ എന്താണ്? സോഡിയം, അത് അവിടുത്തെ മെറ്റൽ ആണ്. സോഡിയം ഓക്സൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്. അത് എന്ത് നേച്ചർ ആണ്? ബേസിക് നേച്ചർ ആണ്. ദെൻ സെക്കൻഡ് വൺ പൊട്ടാസ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെറ്റൽ ഏതാണ്? പൊട്ടാസ്യം. ഓക്കെ, ദെൻ തേർഡ് കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം മെറ്റൽ ആണ്. ദെൻ നെക്സ്റ്റ് സിങ്ക് ഓക്സൈഡ്, സിങ്ക് എന്താണ്? മെറ്റൽ ആണ്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ കോപ്പർ ഓക്സൈഡ്. ഇതിനകത്ത് എല്ലാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് മെറ്റൽ ആണ്. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. അത് ഫസ്റ്റ് ടൈപ്പ് ആണ്. മെറ്റൽ ഓക്സൈഡ് എന്തിന് എക്സാമ്പിൾ ആണ്? ബേസുകൾക്ക് എക്സാമ്പിൾ ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾ. ഓക്കെ, സോ ഫസ്റ്റ് മെറ്റൽ ഓക്സൈഡുകൾ ബേസിക് നേച്ചർ ആണ്. മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾക്കും എന്ത് നേച്ചർ ആണ്? ബേസിക് നേച്ചർ ആണ്. ഓക്കെ, മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ഫോർ എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ സോഡിയം എന്താണ്? മെറ്റൽ ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് is an example of base. Then second one potassium hydroxide, then calcium hydroxide, aluminum hydroxide means metallic hydroxide are bases. Metallic hydroxideകൾ എന്താണ്? ബേസുകളാണ്. മെറ്റാലിക് ഓക്സൈഡുകൾ ബേസ് ആണ്. മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സുകൾ എന്താണ്? ബേസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ വാട്ടർ സോല്യൂബിൾ ബേസസ് ഉണ്ട്. ഓക്കെ, വാട്ടർ സോല്യൂബിൾ ബേസസ് ഉണ്ട്, വാട്ടർ ഇൻസോല്യൂബിൾ ബേസസും ഉണ്ട്. വാട്ടർ സോല്യൂബിൾ മീൻസ് എന്താ? അതിനകത്ത് നന്നായിട്ട് ഡിസോൾവ് ആകും. ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. ഓക്കെ, വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബേസസും ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഇത് അവരുടെ ഹൈഡ്രോക്സൈഡ്. ഇനി അതുങ്ങളുടെ ഓക്സൈഡ് സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, ഇവരെല്ലാം വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബേസസ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ഇൻസോല്യൂബിൾ, വാട്ടറിൽ എന്ത് ചെയ്യില്ല? ഡിസോൾവ് ആകില്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കോപ്പർ ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കോപ്പർ ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ഇവരൊന്നും എന്തല്ല? വാട്ടറിൽ സോല്യൂബിൾ അല്ല, വാട്ടർ ഇൻസോല്യൂബിൾ ബേസസ് ആണ്. അപ്പം ബേസസ് 4 ടൈപ്പ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ മെറ്റാലിക് ഓക്സൈഡ്, സെക്കൻഡ് വൺ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്, തേർഡ് വൺ വാട്ടർ സോല്യൂബിൾ, ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ വാട്ടർ ഇൻസോല്യൂബിൾ. അപ്പം ഈ ബേസസിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെറ്റാലിക് ഓക്സൈഡുകൾ എന്താണ്? ബേസസ് ആണ്. മെറ്റാലിക് ഹൈഡ്രോക്സൈഡുകളും ബേസസ് ആണ്. വാട്ടർ സോല്യൂബിൾ ബേസസ് ഉണ്ട്, വാട്ടർ ഇൻസോല്യൂബിൾ ബേസസും ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ആൽക്കലി. ആൽക്കലി എന്ന് പറഞ്ഞാൽ വാട്ടർ സോല്യൂബിൾ ബേസസിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? ആൽക്കലി എന്ന് പറയുന്നത്. വാട്ടർ സോല്യൂബിൾ ബേസസ് ആർ മെൻഷൻഡ് ആസ് ആൽക്കലീസ്. ഓക്കെ, വാട്ടറിൽ സോല്യൂബിൾ ആവുന്ന ബേസസിനെ പറയുന്ന പേരാണ് ആൽക്കലി എന്ന്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്. NaOH വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ ഏതൊക്കെ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം? Na++OH-, Na++OH-. നെക്സ്റ്റ് വൺ ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ആവുകയാണെങ്കിൽ K++OH-. ഈ 2 അയോൺസിനെ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബേസസിനെ പറയുന്ന പേരാണ് ആൽക്കലീസ്. വാട്ടർ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ബേസസും ഉണ്ട്. വാട്ടർ സോല്യൂബിൾ ആണെങ്കിൽ അവരുടെ പേരാണ് ആൽക്കലീസ്. അപ്പം ഇനി നമ്മളിപ്പം ഫസ്റ്റ് പറഞ്ഞത് ബേസിന്റെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ, സെക്കൻഡ് വൺ അതിന്റെ കൺസെപ്ച്വൽ ഡെഫിനിഷൻ, തേർഡ് പറഞ്ഞത് അതിന്റെ ടൈപ്സ്, നെക്സ്റ്റ് ആൽക്കലീസ്. ഇനി ഇൻഡിക്കേറ്ററും ബേസസും തങ്ങളിലുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ലിറ്റ്മസ് ആണെങ്കിൽ റെഡ് ലിറ്റ്മസ് എന്ത് കളറിലേക്ക് ചേഞ്ച് ചെയ്യണം? ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാം ടർമറിക്. ടർമറിക്കും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ചെയ്യണം. ടർമറിക്കും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അത് ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആവണം. ഇനി ഫിനോഫ്താലിനും ഇതേപോലെ ബേസുമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് കളർ ഉണ്ടാകണം? പിങ്ക് കളർ ഫോം ചെയ്യണം. ഫിനോഫ്താലിൻ പ്ലസ് ബേസ് ആണ് വരുന്നതെങ്കിൽ കിട്ടേണ്ട കളർ
പിങ്ക് ആണ്. ഇനി മീഥൈൽ ഓറഞ്ച് പ്ലസ് ബേസ് ആണെങ്കിൽ യെല്ലോ. ഈ കളേഴ്സ് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ച് വെക്കണം. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സിലുള്ള കളർ ചേഞ്ച്, ഫസ്റ്റ് വൺ ലിറ്റ്മസ് ആണെങ്കിൽ റെഡ് എന്താകും? ബ്ലൂ ആകും. ബ്ലൂ റിമൈൻസ് ബ്ലൂ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടർമറിക്. ടർമറിക് നോർമലി എന്ത് കളറാണ്? യെല്ലോയിഷ് കളറാണ്. അത് എന്തിലേക്ക് മാറും? ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആവും. ദെൻ നെക്സ്റ്റ് വൺ ഫിനോഫ്താലിൻ എന്ന് പറയുമ്പോൾ അത് പിങ്ക് കളറിലേക്ക് ചേഞ്ച് ആവണം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മീഥൈൽ ഓറഞ്ച്, അത് എന്തായിരിക്കണം? യെല്ലോ കളറിലേക്ക് ചേഞ്ച് ആകണം. ഇതാണ് ബേസും ഇൻഡിക്കേറ്റേഴ്സുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി ഇത്രയുമാണ് നമ്മൾ ബേസിൽ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്ക് രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. വീക്ക് ബേസസും ഉണ്ട്, സ്ട്രോങ് ബേസസും ഉണ്ട്. ഓക്കെ, വീക്ക് ബേസസും ഉണ്ട്, സ്ട്രോങ് ബേസസും ഉണ്ട്. ഈ വീക്കും സ്ട്രോങ്, അപ്പൊ സ്ട്രോങ് എന്ന് പറയുമ്പം വാട്ടർ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം OH മൈനസിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അവരെന്തായിരിക്കും? സ്ട്രോങ് ബേസസ് ആയിരിക്കും. OH മൈനസ് അയോൺസിന്റെ അളവ് കുറവാണെങ്കിൽ അവരെന്തായിരിക്കും? വീക്ക് ബേസസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത്, വാട്ടർ ഡിസോൾവ് ആയിട്ട് അയണൈസ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ, അത് അയോൺസ് ആയിട്ട് മാറുന്ന സമയത്ത് ഹൈഡ്രോക്സൈഡിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് സ്ട്രോങ് ബേസും, ഹൈഡ്രോക്സൈഡിന്റെ അയോൺസ് കുറവാണെങ്കിൽ അത് വീക്ക് ബേസും ആയിരിക്കും. അപ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് അയണൈസ് ചെയ്യുന്ന സമയത്ത് OH മൈനസിന്റെ എമൗണ്ട് കൂടുതലാണ്. അതുകൊണ്ട് അത് എന്താണ്? ഒരു സ്ട്രോങ് ബേസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതും അയണൈസ് ചെയ്യാൻ മീൻസ് വാട്ടർ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അത് എന്തായി മാറും? K പ്ലസും OH മൈനസ് ആണ്. അപ്പൊ K പ്ലസിനേക്കാളും OH മൈനസിന്റെ എമൗണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? ഒരു സ്ട്രോങ് ബേസ് ആണ്. അതേസമയം നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ്, അതായത് NH4OH എടുത്ത് അയണൈസ് ചെയ്യുന്ന സമയത്ത് NH4ന്റെ എമൗണ്ട് ആയിരിക്കും OH മൈനസിനേക്കാളും കൂടുതൽ. അതപ്പോ എന്തായി മാറും? വീക്ക് ബേസ് ആയിട്ട് മാറും. അതേപോലെ തന്നെയാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അയണൈസ് ചെയ്യുമ്പം മഗ്നീഷ്യത്തിന്റെ എമൗണ്ട് ആയിരിക്കും എന്ത്? കൂടി നിൽക്കുന്നതും ഹൈഡ്രോക്സൈഡിന്റെ എമൗണ്ട് എന്തായിരിക്കും? കുറഞ്ഞായിരിക്കും വരുന്നത്. അതുകൊണ്ട് അത് എന്താണ്? ഒരു വീക്ക് ബേസ് ആണ്. അപ്പം വീക്ക് ബേസും ഉണ്ട്, സ്ട്രോങ് ബേസും ഉണ്ട്. അയണൈസ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോക്സൈഡിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് സ്ട്രോങ്, അയണൈസ് ചെയ്യുമ്പം ഹൈഡ്രോക്സൈഡിന്റെ എമൗണ്ട് കുറവാണെങ്കിൽ അത് വീക്ക് ബേസസ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്ത് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ, ബേസുമായി റിലേറ്റ് ചെയ്തിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വാട്ടർ നമ്മൾ പറയാറുണ്ട് അതെന്താണ്? ന്യൂട്രൽ നേച്ചർ ആണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും വാട്ടർ ഈ ന്യൂട്രൽ നേച്ചർ കാണിക്കുന്നത്? വാട്ടറും എന്ത് ചെയ്യാറുണ്ട്? അയണൈസ് ചെയ്യാറുണ്ട് അല്ലെ? വാട്ടറിന്റെ ഫോമുല എന്താണ്? H2O എന്നതാണ് വാട്ടറിന്റെ ഫോമുല. ഈ വാട്ടർ അയണൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് H പ്ലസും OH മൈനസും. വാട്ടർ അയണൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? H പ്ലസും OH മൈനസും. അപ്പൊ H പ്ലസ് എവിടത്തെയാണ്? ആസിഡിലെയും. OH മൈനസ് എന്താണ്? ബേസും. അപ്പൊ നമുക്കറിയാം ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ എന്തായി മാറണം? ന്യൂട്രൽ നേച്ചർ ആയിട്ട് മാറണം. അതുകൊണ്ടാണ് നമ്മുടെ വാട്ടർ എന്ത് കാണിക്കുന്നത്? ന്യൂട്രൽ ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വാട്ടർ എന്താന്ന് പറയുന്നത്? ന്യൂട്രൽ നേച്ചർ ആണെന്ന് പറയുന്നത്. ഇനി ഇത്രയുമാണ് നമുക്ക് ബേസുമായി റിലേറ്റ് ചെയ്ത് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഉണ്ട്, കൺസെപ്ച്വൽ ഡെഫിനിഷൻ ഉണ്ട്, ടൈപ്സ് ഉണ്ട്, ആൽക്കലി, ഇൻഡിക്കേറ്റർ, ദെൻ നെക്സ്റ്റ് വീക്ക്, സ്ട്രോങ്, വാട്ടർ എന്തുകൊണ്ട് ന്യൂട്രൽ നേച്ചർ കാണിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ബേസുമായി റിലേറ്റ് ചെയ്ത കാര്യം. ഇനി നമുക്ക് സാൾട്ടും കൂടെ അങ്ങ് പറയാം. അപ്പൊ സാൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് വാട്ടറിനോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് സാൾട്ട് എന്ന് പറയുന്നത് അല്ലെ? ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ. അപ്പൊ അവിടെ വാട്ടറിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്? സാൾട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ പ്രോഡക്ട്സ് ഒന്ന് പറഞ്ഞാലോ? HCl പ്ലസ് NaOH എന്തൊക്കെയാണ് അവിടുത്തെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്? നമുക്ക് ആദ്യം കിട്ടേണ്ടത് സാൾട്ട് ആണ്. അപ്പം സോഡിയവും ക്ലോറിനും കൂടെ കൂടി ചേരുമ്പോൾ എന്ത് ഫോം ചെയ്യണം? സോഡിയം ക്ലോറൈഡ് NaCl പ്ലസ് എന്ത് വരണം? വാട്ടർ H2O. അപ്പം ഈ NaCl എന്തിന് എക്സാമ്പിൾ ആ? സാൾട്ടിന് എക്സാമ്പിൾ ആണ്. എന്തിനോടൊപ്പം റിലീസ് ചെയ്യുന്നത്? വാട്ടറിനോടൊപ്പമാണ് വന്നത്. അപ്പം വാട്ടറിനോടൊപ്പം ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് എന്ത്? സാൾട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സൾഫ്യൂരിക് ആസിഡും H2SO4ഉം സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫോംസ് എന്തൊക്കെയാണ്? സോഡിയം സൾഫേറ്റ് Na2SO4 പ്ലസ് എന്ത് ഫോം ചെയ്യണം? വാട്ടർ H2O. ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ Na2SO4 ആണ് എന്ത്? സാൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടറിനോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സാൾട്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. സാൾട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഫോംഡ് അതർ ദാൻ വാട്ടർ വെൻ എ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേസ് ടേക്ക് പ്ലേസ്. അതല്ലേ നമ്മൾ പറഞ്ഞത്? ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്ന സമയത്ത് വാട്ടറിനോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് സാൾട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ
Salt is a compound formed when hydrogen ion of an acid is replaced by a metal ion. Okay, ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? സാൾട്ടും വാട്ടറുമാണ് ഫോം ചെയ്യുന്നത്. അത് എന്ത് തന്നെയാണ്? അവിടെ ഹൈഡ്രജനെ ആര് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്ത് ഫോം ചെയ്യുന്നത് എന്താണോ അതാണ് സാൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ പറയാം. Salt is a compound formed when the hydrogen ion of an acid, okay, hydrogen ion of an acid is replaced by a metal ion. ഇപ്പൊ നമ്മള് ഹൈഡ്രജൻ ആസിഡിനകത്തെ H+നെ റീപ്ലേസ് ചെയ്യുന്ന ആരാണ്? മെറ്റൽ അയോൺ. എന്നിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്? സാൾട്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ് HCl plus NaOH, സോറി HCl plus Na. അപ്പൊ ഇവിടുത്തെ സോഡിയം Na എന്ന് പറയുന്നത് എന്താണ്? മെറ്റലാണ്. HCl ആസിഡ്. ഇതിനകത്ത് ആരെയാ റീപ്ലേസ് ചെയ്യുന്നത്? ഹൈഡ്രജനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് റീപ്ലേസ് ചെയ്യുന്നത്. ഫോം ചെയ്യുന്ന എന്തൊക്കെയാണ്? NaClഉം H ആയിട്ടത് മാറാറുണ്ട് അല്ലെ. ഇപ്പം NaCl ആസിഡിനകത്തെ ഹൈഡ്രജനെ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്ത്. ആരാ റീപ്ലേസ് ചെയ്യുന്നത്? മെറ്റൽ ആണ് റീപ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് ഫോം ചെയ്യുന്നത് എന്ത് തന്നെയാണ്? സാൾട്ട് ആണ്. ഓക്കെ, അപ്പം സാൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. NaCl പ്ലസ് H2 ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി എന്ന് പറയുമ്പോൾ സാൾട്ടിന് മറ്റൊരു ഡെഫിനേഷൻ കൂടി ഉണ്ട് കേട്ടോ. Salt is a compound which is composed of cations of a base and anions of an acid. ഓക്കെ, ഇപ്പം മറ്റൊരു ഡെഫിനിഷൻ സാൾട്ടിന് പറയാന്നുണ്ടെങ്കിൽ, സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കോമ്പൗണ്ട് ആണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? കാറ്റയോൺസ് ഓഫ് ബേസിന്റെ കാറ്റയോണും ആസിഡിന്റെ ആനയോണും കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതാണ് സാൾട്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പം അവിടെ തന്നിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ കോമ്പൗണ്ട് വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് കാറ്റയോൺ ഓഫ് എ ബേസിന്റെ കാറ്റയോണും ആസിഡിന്റെ ആനയോണും കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. These cations and anions are produced in aqueous solution if the salt is soluble in it. അത് നമുക്ക് ആ ആനയോണിനെയും കാറ്റയോണിനെയും എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പൊ നമുക്കതൊന്ന് പറഞ്ഞ കാര്യം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളൊരു റിയാക്ഷൻ എടുക്കുകയാണ്. HCl, ഓക്കെ, HCl പ്ലസ് NaOH, അതാണ് നമ്മൾ റിയാക്ഷൻ എടുക്കുന്നത്. അപ്പം HCl എന്ന് പറയുമ്പോൾ എന്താണ്? HCl പ്ലസ് NaOH. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പം ഇവിടുത്തെ ചാർജുകൾ ഒന്ന് പറയുക. H പ്ലസും Cl മൈനസും Na പ്ലസും OH മൈനസും ആണല്ലോ. അപ്പൊ ഇനി ഇവിടുത്തെ സാൾട്ട് ഫോം ചെയ്യണം. ഓക്കെ, സാൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? NaCl ആണ് സാൾട്ട് ആണല്ലോ. NaCl പ്ലസ് നമുക്ക് കിട്ടുന്നത് വാട്ടർ ആണ്. അപ്പൊ സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ് അവർ പറഞ്ഞിരിക്കുന്നത്? which is composed of cation of a ബേസിന്റെ കാറ്റയോൺ, അതായത് Na അല്ലെ, കാറ്റയോൺ ഓഫ് ബേസ്. പ്ലസ് ചാർജ് വരുന്നതാണ് എന്ത്? കാറ്റയോൺ എന്ന് പറയുന്നത്. കാറ്റയോൺ അതിവിടെ സാൾട്ടിനകത്തില്ലേ? ഇസ് എ കോമ്പൗണ്ട് കമ്പോസ്ഡ് ഓഫ് കാറ്റയോൺ ഓഫ് എ ബേസ്. അതുകൂടാണ്ടോ ആനയോൺ ഓഫ് ആസിഡ്. ഇവിടുത്തെ ആനയോൺ ആരാണ്? Cl മൈനസ്. അപ്പം ബേസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡെഫിനിഷൻ ഇതാണ്. അതൊരു കോമ്പൗണ്ട് ആണ്. അത് ഫോം ചെയ്യുന്നത് എന്തൊക്കെ ചേർന്നിട്ടാ? ബേസിനകത്ത കാറ്റയോണും ആസിഡിനകത്ത ആനയോണും കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? സാൾട്ട് എന്ന് പറയുന്നത്. കറക്റ്റ് ആണല്ലോ. നമ്മൾ HCl എന്ന് പറയുന്ന ആസിഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് Cl എന്താണ്? ആനയോൺ ആണ്. ബേസ് ആയിട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ Na പ്ലസും OH മൈനസും. Na പ്ലസ് അവിടുത്തെ കാറ്റയോൺ ആണ്. അപ്പം ബേസിനകത്ത കാറ്റയോണും ആസിഡിനകത്ത ആനയോണും കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനെ എന്തെന്ന് പറയാറുണ്ട്? സാൾട്ട് എന്ന് പറയാറുണ്ട്. ഇനി ഈ സാൾട്ട് വാട്ടറിൽ ഡിസോൾവ് ആയാൽ മീൻസ് NaClന്റെ അക്വ സൊല്യൂഷൻ ആണ് നമ്മൾ എടുത്തിരുന്നത്. അക്വസ് മീൻസ് ഓൾറെഡി അവിടെ വാട്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഈ രണ്ട് അയോൺസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് Na പ്ലസ് എന്നും Cl മൈനസ് എന്നും അത് എന്താവാറുണ്ട്? സെപ്പറേറ്റ് ആകാറുണ്ട്. ഇതാണ് സാൾട്ടിന്റെ കാര്യം കേട്ടോ. ഇപ്പൊ സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടറിനോടൊപ്പം ഫോം ചെയ്യുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് സാൾട്ട് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നതെന്ന് വെച്ചാല് ഒരു ആസിഡിനകത്തെ ഹൈഡ്രജനെ ഒരു മെറ്റൽ അയോൺ റീപ്ലേസ് ചെയ്ത് ഫോം ചെയ്യുന്നതും സാൾട്ട് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാല്
സാൾട്ട് നമ്മൾ മറ്റൊരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. സാൾട്ട് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആണ്. ആ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ആസിഡിൽ നിന്ന് വരുന്ന ആനയോണും ബേസിൽ നിന്ന് വരുന്ന കാറ്റയോണും കൂടിച്ചേർന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനെ നമ്മൾ സാൾട്ട് എന്ന് പറയാറുണ്ട്. അത് കൂടാണ്ട് ആ ഫോം ചെയ്ത സാൾട്ട് വാട്ടറിൽ സോലിബിൾ ആണെങ്കിൽ അയോൺസിനെ നമുക്ക് എന്ത് ചെയ്യാം? മീൻസ് കാറ്റയോണിനെ ആനയോണിനെ സെപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. ഇത്രയുമാണ് ബേസും സാൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ്. ഇപ്പം ആസിഡ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്ന കൺസെപ്റ്റ് ഇച്ചിരിയൊക്കെ കോംപ്ലിക്കേഷൻ തോന്നും, പക്ഷെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാനുള്ള യാതൊരു പാടില്ല. ഈ ഒരു ബേസിക് കൺസെപ്റ്റോട് കൂടി നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കാന്നുണ്ടെങ്കിൽ പിന്നീടുള്ള റിയാക്ഷൻസ് ഓരോന്നും പഠിച്ചെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. സോ ഞാൻ പറയുന്ന കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്